ജയരാജന്റെ പ്രസംഗം അത് ഒരുപക്ഷെ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദിവ്യക്കെതിരെ എന്തൊക്കെയോ കാരണം സമഗ്രമായ അന്വേഷണം വേണം, കൈക്കൂലി കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ദിവ്യക്കെതിരെയാണോ എം പി ജയരാജൻ സംസാരിച്ചതെന്ന് ചിലർക്കെങ്കിലും എവിടെയൊക്കെയോ തോന്നിപ്പോകുന്ന തരത്തിലേക്ക്. പക്ഷേ ദിവ്യയെ ചേർത്ത് പിടിക്കുന്ന രീതിയും നമുക്കൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും. ഇതൊന്നാമത്തെ കാര്യം. രണ്ട്, ഈ എം വി ഗോവിന്ദനുമായി ദിവ്യയ്ക്ക് നല്ല അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദന്റെയും മകന്റെയും ഒക്കെ ബിനാമി ഇടപാടുകളെക്കുറിച്ചും പണമിടപാടുകളെക്കുറിച്ചും ഒക്കെ കൃത്യമായ അറിവ് ദിവ്യയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദിവ്യയെ തഴയാൻ ഒരിക്കലും പാർട്ടിയിൽ പലരും, പ്രത്യേകിച്ച് ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ദിവ്യയെ തഴഞ്ഞുകൊണ്ടൊരു നിലപാടിലേക്ക് പോകില്ല. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന തീരുമാനമൊക്കെ CBI അന്വേഷണത്തിലേക്ക് എത്തരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സത്യത്തിൽ എന്താണ് എം വി ജയരാജൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എം പി ജയരാജൻ സത്യത്തിൽ CPM കേരളത്തിലെ ബഹുജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഹസന നാടകത്തിലെ ഏറ്റവും അശ്ലീലം നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസംഗം. പെരിങ്ങോം ഏരിയ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിലാണോ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ ചെയ്ത പ്രസംഗം. ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി നാട് ഭരിക്കുന്നു, ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്നു. ആ പോലീസ് നടത്തിയ കണ്ടെത്തൽ പോലും ആ പോലീസിൻ്റെ കയ്യിലും ആ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ്, റവന്യൂ വകുപ്പിൻ്റെ വകുപ്പ് തല അന്വേഷണം, ഈ രണ്ടിലും ഖണ്ഡിതമായും കൃത്യമായും പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഭൂമിയിൽ ഇതിൽ വരെ ഒരു തരിമ്പ് തെളിവ് പോലും കിട്ടിയിട്ടില്ല. പക്ഷേ എം പി ജയരാജൻ ഇപ്പോഴും സംശയമാണ്. പണ്ട് ചൈനീസ് വാർ കാലത്ത് 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ തർക്കം എന്തായിരുന്നു? അതിർത്തിയിലെ ചില സ്ഥലങ്ങൾ ഏതാണ്ട് ഇന്ത്യയുടെ ചൈന പിടിച്ചെടുത്തതാ. കയ്യേറി പിടിച്ചിട്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് എന്താ? അവരുടെ അന്ന് EMS പറഞ്ഞതാണ്. അപ്പോഴും CPM ആവർത്തിക്കാം. പക്ഷേ അതെ, അതിങ്ങനെ തന്നെയാണ്. അവർ അവരുടേതെന്നും നാം നമ്മുടേതെന്നും പറയുന്ന തർക്കസ്ഥലം. ഈ പ്രേതം, ഈ നിലപാടില്ലായ്മ, ഈ കൺഫ്യൂഷൻ, ഈ പറയുന്ന തട്ടിപ്പുണ്ടല്ലോ, ഈ അവസരവാദം, ഈ ചാഞ്ചാട്ടം, ഇതെന്നും CPM നയിക്കുന്നു എന്നുള്ളതാണ് ഇലക്ഷൻ. ഒരു കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ ദിവ്യ ഇപ്പോൾ ധന്യ പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം വെച്ചാൽ ദിവ്യയെ കൂടെ നിർത്തണം. നിർത്തിയില്ലെങ്കിൽ ഒരുപാട് കഥകൾ ദിവ്യ പറഞ്ഞേക്കും. ഇപ്പോൾ CBI അന്വേഷണത്തിന് ദിവ്യ പോവോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ദിവ്യക്ക് പോലും കുരുക്കാണത്. കാരണം ദിവ്യ പ്രതി അല്ലാത്തൊരു കേസല്ലല്ലോ ഇത്. പക്ഷേ ദിവ്യ CBI അന്വേഷണത്തിന് പോവോ എന്നതിലേറെ ദിവ്യ പാർട്ടി വിട്ടു പോകുമോ, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ദിവ്യ പാർട്ടി വിട്ട് ഇപ്പോൾ ആ ജയിലിൽ നിന്ന് ഇറങ്ങിയ പ്രകോപനത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് എങ്ങാനും പറയാൻ തുടങ്ങിയാൽ ദിവ്യയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ദിവ്യ ഈ റാക്കറ്റിന്റെ ഒരു ഏജന്റോ അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ടോ ആണ്. അതുകൊണ്ടാണല്ലോ ഒരു മെയിൻ സ്ഥാനത്ത് അവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. മാത്രമല്ല തുടർച്ചയായിട്ട് അവർ നടത്തി വന്ന ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അടുത്തത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, MLAയും MP ആകാനുള്ള ശ്രമങ്ങൾ അവർ എന്നോ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും തുടങ്ങേണ്ടത് എങ്ങനെയാണ്, അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ P. ശശി ഇവർക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല, പക്ഷേ ഈ മട്ടന്നൂരിൽ നിന്ന് വരെ ഇവരെ മത്സരിപ്പിച്ചേക്കാം എന്നുള്ള വാർത്തകൾ വാർത്തയുണ്ടായിരുന്നു. ടീച്ചർ ശൈലജ ടീച്ചർ ആണ് അവിടെ മത്സരിക്കുന്നത് ഓർക്കണം. സത്യമാണ് കേട്ടോ. ഈ ശൈലജ ടീച്ചറെ വടകരയിൽ മത്സരിപ്പിച്ചതിന്റെ അജണ്ട മുഴുവൻ പൂർത്തിയായി. അതെ, തീർച്ചയായും ഭയങ്കര കൃത്യമായിരുന്നു. അതിലും ഇവർക്ക് വളരെ പ്ലാൻ A, പ്ലാൻ B എപ്പോഴും ഉണ്ട്. ശൈലജ ടീച്ചർ എങ്ങാനും വടകര ജയിച്ചാൽ ഡൽഹിയിലേക്ക് അങ്ങോട്ട് തൊടുത്തു വിടാം, ആ ശല്യം ഒഴിഞ്ഞിട്ട്. പിന്നെ കേരള മുഖ്യമന്ത്രി അങ്ങനെയുള്ള ആലോചനയൊന്നും വരില്ലല്ലോ. തോറ്റാലോ ഓവർ, ശൈലജ ഈസ് ഓവർ, ഫിനിഷ്ഡ്. ആ അജണ്ടയാണ്. രണ്ടിലൊന്ന് വെച്ചിട്ടാണ്. P. ജയരാജൻ എങ്ങനെയാണ് വടകരയ്ക്ക് P. ജയരാജൻ എന്ന വിപ്ലവകാരി വന്നാൽ വടകര ജയിക്കും എന്ന് പറഞ്ഞത്. എന്തിനാണ്? ജയരാജേട്ടനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി കിട്ടി, വടകര തോറ്റും കിട്ടി. അവിടെ മാഷ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, P. ജയരാജൻ പരാജയപ്പെട്ട സമയത്ത് കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് CPMന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ ചില ആളുകൾ വരെ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. പക്ഷെ പാർട്ടി അതിനെപ്പറ്റി ഒരു അക്ഷരം അന്വേഷിച്ചില്ല, ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇതൊക്കെ വളരെ കൃത്യമാണ്. തീർച്ചയായിട്ടും. സത്യത്തിൽ അവിടെ സംഘപരിവാറിനോട് പൊരുതുന്നു എന്ന് പറയുന്ന യഥാർത്ഥ പോരാളി P. ജയരാജൻ മാത്രമാണ്. ബാക്കിയൊക്കെ ഒത്തുതീർപ്പാണ്, ഒത്തുകളിയും ഒത്തുതീർപ്പാണ് കണ്ണൂരിൽ നടക്കുന്ന പൊളിറ്റിക്സ്. ബാക്കി നടക്കുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ വ്യക്തിപരമായ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാനാണ്, കണക്ക് തീർക്കാനാണ്. ഇതൊക്കെ വ്യക്തിപരമാണ്, അല്ലെങ്കിൽ ബിസിനസ് അക്കൗണ്ടുകളാണ്. അപ്പോൾ ഈ ഒന്നുകിൽ പകയോ അല്ലെങ്കിൽ കച്ചവടമോ അല്ല
കണ്ണൂരിലെ പൊളിറ്റിക്സിൽ കാര്യമായി. അല്ലാത്ത രാഷ്ട്രീയപരമായ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ്. അതാണ് ഇവരുടെ പ്രശ്നം. ഓക്കെ, ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം ഇതാണ്. ഇതൊക്കെ പുറത്ത് വരും, ദിവ്യയെ പിണക്കാൻ വയ്യ. എന്നാൽ ദിവ്യ ഒരു റാക്കറ്റിൻ്റെ ഒരു കൊച്ചു തുമ്പ് മാത്രമാണ് എന്നും ആ തുമ്പ് കൈവിട്ടു പോകാതിരിക്കാനും അങ്ങനെ ഉണ്ടല്ലോ, ആ തുമ്പ് കൈവിട്ടു പോകാതെ സൂക്ഷിച്ച് നിർത്തേണ്ടത് ആ വലിയ റാക്കറ്റിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് എം വി ജയരാജൻ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് എം വി ജയരാജൻ ദിവ്യയെ പിണക്കിയില്ല. കൈക്കൂലി വാങ്ങിയെന്നും ദിവ്യക്ക് സമാധാനമായി. വാങ്ങിയെന്നും സംശയിക്കുന്നുണ്ടല്ലോ പാർട്ടി, സമാധാനം. അതേസമയത്ത് വാങ്ങിയില്ല എന്നും പറയുന്നവരുണ്ട്. അത് പത്തനംതിട്ടക്കാണ്. പത്തനംതിട്ട ടു കണ്ണൂർ ഇങ്ങനെ ഷട്ടിൽ സർവീസാണ്. എന്നിട്ട് അതൊരു സമനിലയിൽ എത്തിക്കാൻ വേണ്ടി ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാൻ സമഗ്രമായ അന്വേഷണം വേണം. അതെ, വളരെ കൃത്യമായ പൊളിറ്റിക്സ് ആണ്. ആരാണ് അന്വേഷിക്കേണ്ടത്? ഇനി അന്വേഷിക്കുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് ദിവ്യക്ക് ജാമ്യം കിട്ടാത്ത തരത്തിൽ അല്ലേ ആ അന്വേഷണം സമയത്തിന് നടത്തിയിരുന്നെങ്കിൽ, അന്വേഷിച്ച് കണ്ടെത്തിയതൊക്കെ കൃത്യമായി സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ. ഇനി ഈ വകുപ്പ് തല അന്വേഷണം ഇദ്ദേഹം കക്ഷത്ത് വെച്ചിട്ട് അട്ടത്ത് വെച്ചില്ലായിരുന്നെങ്കിൽ, മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടല്ലോ വകുപ്പ് തല അന്വേഷണം, സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന അന്വേഷണം പൂർത്തിയാവട്ടെ, ഇതിൻ്റെ പോലീസ് അന്വേഷണം പൂർത്തിയാവട്ടെ. ഒരു കേസിൻ്റെ പോലീസ് അന്വേഷണം എത്ര കാലം എടുക്കുന്ന ആലോചിച്ച് നോക്കും. അപ്പോൾ ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പതുക്കെ ഡൈല്യൂട്ട് ചെയ്ത് അതൊരു ഇഷ്യൂ അല്ലാതാക്കി അതേ ആ കാലം വരെ ദിവ്യയെ പിണക്കാതെ നിർത്തുകയും വേണം. ഇത് കണ്ണൂർ പൊളിറ്റിക്സ് എനിക്ക് തോന്നുന്നു അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം. പണ്ട് ഇതൊന്നും അണികൾക്ക് മനസ്സിലാവുമായിരുന്നില്ല. അതെ, സോഷ്യൽ മീഡിയ വന്നതോടുകൂടി വന്നു. വേറൊരു കാര്യം, ഈ വേദിയിൽ നിന്നിട്ട് ജനങ്ങളോട് സംസാരിക്കുന്ന ഏറ്റവും വിവരമുള്ള നേതാവിനേക്കാൾ വിവരമുള്ളവരാണ് ഈ മുമ്പിലിരിക്കുന്നവർ. ആ ബോധ്യം അവർക്കില്ല. പുതിയ തലമുറ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരിതൊക്കെ ചിന്തിക്കുന്നുണ്ട്, അവരിതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പിണറായി വാർഡിൽ പോലും BJP ക്ക് ഭൂരിപക്ഷം കിട്ടിയത്. പിണറായി വാർഡിൽ ആലോചിച്ച് നോക്കൂ, ഇവരാരോടാ പൊരുതുന്നത്. ഇനി ഇവർ ഈ പറയുന്ന യാതൊരു ആദർശവും ഈ നേതാക്കന്മാരുടെ മനസ്സിൽ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവെന്താ? EP ജയരാജന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ RSSൽ ചേർക്കുമോ, എൻ്റെ ജീവൻ അപായത്തിലാണ്, Z കാറ്റഗറി സുരക്ഷ കിട്ടുന്ന ഏതെങ്കിലും പോസ്റ്റ് കിട്ടുമോ, മഹാരാഷ്ട്ര ഗവർണർ ഒഴിവാന്ന് കേട്ടു. ഇതല്ലേ ചെന്ന് പറഞ്ഞത് പ്രകാശ് ജാവദേക്കറോട്. കൊണ്ടുപോയത് നമ്മുടെ BJP നേതാവ് ശോഭാ സുരേന്ദ്രനുമാണ് എന്ന് അവർ പറയുന്നുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ടെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അത് നുണയല്ലല്ലോ. അല്ല, ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇടപെട്ടു. ചായ കൂടി പണ്ട് നായനാർ പറഞ്ഞു. ഈ കാര്യത്തിൽ ഇദ്ദേഹത്തെ ഇതിന്റെ ഇടയിൽ നിന്നത് ദല്ലാൽ നന്ദകുമാറാണ് എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ടല്ലോ, ഉറപ്പല്ലേ? അപ്പൊ ഇവരൊക്കെയുള്ള ഈ ബന്ധം, ദല്ലാൽ നന്ദകുമാറിനെ പോലൊരു ഫ്രോഡ് കച്ചവടക്കാരനുമായിട്ട് CPMന്റെ നേതാക്കന്മാർക്ക് എന്ന് പറയുമ്പോൾ ആളുകൾ എന്നെ പുച്ഛിക്കുന്നു, എന്താണ് പറയുന്നത്, ആ രീതിയിലേക്ക് ഇവർ പോയിട്ടുണ്ട്. തരംതാഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഫ്രോഡ് എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യന്റെ ചിന്തക്ക് വിരുദ്ധമായി പറയുകയും പറയുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കാണ് ഫ്രോഡ് എന്ന് പറയുന്ന നിർവചനം. ആ നിർവചനത്തിൽ ദല്ലാൽ നന്ദകുമാർ ഫ്രോഡല്ല. പിന്നെ ഫ്രോഡ് ആരാൻ തീരുമാനിച്ചു? അത് ശരിയാണ്, അത് വളരെ കൃത്യമാണ്. ദല്ലാൽ നന്ദകുമാർ ഇന്ന് വരെ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഏറ്റിട്ടുള്ളൂ. അതിന് കമ്മീഷൻ കൃത്യമായി കണക്ക് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചു പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട്, നേടിക്കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് കണക്ക്. അതുകൊണ്ട് നമ്മുടെ ഫ്രോഡ്സ്, ഈ ഏഞ്ചൽ ഓഫ് ഗോഡ് എന്നൊരു പുസ്തകമുണ്ട്. ഒറ്റ കാര്യം പറയാം, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏഞ്ചൽ ഓഫ് ഗോഡ് എന്നൊരു പുസ്തകമുണ്ട്. ഈ കേരളത്തിലെ ഈ മാഫിയ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. അതിലെ നായകന്റെ പേരെന്താണെന്നറിയോ? ഫാരിസ് അബൂബക്കർ. ഒരു രമ്യ മീൻസ് ആ മുഴുവൻ പേര് ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടുകാരിയാണ്. ഒരു സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയി ആയിട്ടുള്ള ഒരു ലേഡിയാണ് അത് എഴുതിയത്. നല്ല റിസർച്ച് വർക്കാണ്. അതിനകത്ത് ഈ ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്ന നായകൻ വിളിച്ചു പറയുന്നുണ്ട്. സത്യത്തിൽ ആ പുസ്തകത്തിന്റെ പേര് ഏഞ്ചൽ ഓഫ് ഗോഡ് എന്നാണ്. ആര്? ദൈവത്തിന്റെ മാലാഖ ഞാനാണ്. പിശാചുക്കൾ ആരാന്നറിയോ? എന്നെ ആരാണോ ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്, അത് കേരളത്തിലെ രാഷ്ട്രീയക്കാരാണ്. ഒരിക്കലും നികുതി അടക്കാത്ത ഇവിടുത്തെ കലാകാരന്മാരാണ്. ഈ പ്രധാനപ്പെട്ട കള്ളന്മാരുടെ പണം വെളുപ്പിച്ചു കൊടുക്കുന്ന വിശുദ്ധനാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ദല്ലാൽ നന്ദകുമാറിനെ വെറുതെ വിടുകയും വിശുദ്ധനാക്കുകയും നന്ദകുമാറിനൊക്കെ നമ്മൾ വിശുദ്ധനാക്കണം. അവരല്ല കുറ്റക്കാര്, അതാണ് എന്റെ കാര്യം. ചെയ്യിപ്പിക്കുന്നവരാണ്. ആരാണ് ദല്ലാളുമാരെ ഉണ്ടാക്കുന്നത്? ആരാണ് ഫാരിസുമാരെ സൃഷ്ടിക്കുന്നത്? ഇപ്പോഴും ഫാരിസിന്റെ പരിലാളനയിൽ കഴിയുന്ന ഒരു സർക്കാരിന്റെ പേരാണ് പിണറായി വിജയൻ. അല്ല, ഞാൻ ഏറ്റവും എന്താണ് പിന്നെ വളരെ എനിക്ക് രോക്ഷത്തോടെ പറയാനുള്ളത്,
പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഏതെങ്കിലും ഒരു സഖാക്കൾ മരണപ്പെട്ട വീട്ടിൽ പോയിട്ട് അവിടെയുള്ളൊരു കുട്ടിയെ എടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, വാർത്തകളിലൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ അടുത്തൊരു വാർത്ത വന്നത് കൊയിലാണ്ടിയിലെ ഫാരിസ് അബൂബക്കറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കയറുന്ന പിണറായിയും അവിടെ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളോ ആരോ ആണ് ഈ കുഞ്ഞിനെ എടുത്ത് ലാളിക്കുന്ന ഒരു പിണറായിയെ ഞാൻ ആദ്യമായിട്ട് കണ്ടു. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. പിണറായി വിജയന്റെ കണ്ണിലെ യഥാർത്ഥ അതാണ് ഈ പറഞ്ഞ പോലെ ആരെയും ഭാവഗായകനാക്കുന്ന പിണറായി വിജയനെ പോലും കരുണാർത്ഥനാക്കി തീർക്കുന്ന കള്ളപ്പണക്കാരുടെ നാട്. തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് ദിവ്യയിലേക്ക് തിരിച്ചു വരാം. അല്ല, ദിവ്യയിലേക്ക് തിരിച്ചു വരാം. ദിവ്യയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നേതാക്കന്മാരുടെ ഒക്കെ തന്നെ എന്താണ് കുറേയേറെ രഹസ്യങ്ങൾ ദിവ്യയ്ക്ക് അറിയാമെന്നുള്ളതും അത് വെളിച്ചത്ത് വന്നാൽ വലിയ പ്രശ്നമാകുമെന്നുള്ളതും ഇതിൻ്റെ പിന്നിലുള്ള മാഫിയ ബന്ധങ്ങൾ ഉൾപ്പെടെ അത് പക്ഷേ CPM നിൽക്കില്ല, CPI ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ കക്ഷികളിലേക്ക് പോകുമെന്നുള്ളതും ഇവരെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിലെ മാഫിയ രാഷ്ട്രീയത്തിന്റെ ഓമനപുത്രിയാണ് PP ദിവ്യ. അതുകൊണ്ട് ദിവ്യയെ അവർക്ക് വിട്ട് കളിക്കാൻ കഴിയില്ല. ദിവ്യയെ എന്ത് വില കൊടുത്തും കൂടെ നിർത്തണം. അതേ സമയത്ത് മഞ്ജുഷ ഒരു CBI അന്വേഷണത്തിലേക്ക് പോയാൽ കൈവിട്ടു പോകും. അതുകൊണ്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മുഖേന ഈ മരണം നടന്ന ഉടനെ നടന്ന ഓപ്പറേഷൻ സംശയാസ്പദമാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അവിടെ ചെല്ലുന്നു, ഉദയഭാനു നങ്ങട അല്ലെ, ഓടി ചെല്ലുന്നു, അവിടെ വലിയ പാർട്ടി കുടുംബമാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതൊക്കെ സംശയാസ്പദമാണ്. അതുകൊണ്ട് ഇത് കൃത്യമായ ഒരു ലക്ഷ്യം വെച്ചുള്ള ഒരു നാടകമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആർക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ചാലും CPM മാർക്ക് മനസ്സിലാവും, മലയാളികൾക്കും മനസ്സിലാവും. തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടർന്നും കാണാം.